ഇവിടെ ബില്ലുകളുടെ കാര്യം പറഞ്ഞിട്ട് നേരെ ബില്ലുകൾ കഴിഞ്ഞോ? ഞാനല്ല പറഞ്ഞത് വില കുറയത്തില്ലെന്ന്. ഞാൻ പറഞ്ഞത് ഞാനും മറ്റു സംസ്ഥാനങ്ങളും കേരളം പ്രത്യേകം എഴുതി കൊടുത്തതിനകത്ത് GST നിങ്ങൾ കുറയ്ക്കുമ്പോൾ ആ GSTയുടെ വലിയ തോതിലുള്ള നികുതി കുറയുന്നത് പാസ് ഓൺ ചെയ്യണം സാധാരണ ആളുകൾക്ക്. അത് ചെയ്യുന്നില്ല. കേരളം നേരത്തെ നടത്തിയ സ്റ്റഡിയിൽ 25 ജനങ്ങൾ ഞങ്ങൾ സ്റ്റഡി നടത്തി 2017-18 സമയത്ത് കുറച്ചതിനകത്ത് ആർക്കും അതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. ഇത് മൾട്ടിനാഷണലായിട്ടുള്ള വലിയ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള പ്രശ്നവും ആശങ്കയാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഞങ്ങൾ പറഞ്ഞ ആശങ്ക കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരു സ്വീകരണം കൊടുത്തിരുന്നു MP-മാർ. കാരണം അങ്ങനെ സ്വീകരണം കൊടുത്തു, നല്ല കാര്യം. എന്തായാലും പൊതു സമൂഹത്തിന് മുന്നിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിരിക്കും. എന്തിനാ സ്വീകരണം? ഈ പറഞ്ഞ ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അഭിനന്ദനമാണ്. അവിടെ അവസാനം ചർച്ച ചെയ്തപ്പോൾ ആ MP-മാരും പറയേണ്ടി വന്നു, നേരത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ യോഗത്തിൻ്റെ തീരുമാനമായിട്ട് പ്രസ്താവന വന്നത് ഈ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ വ്യാപാരികൾ തയ്യാറാവണം, മാനുഫാക്ചറേഴ്സ് തയ്യാറാവണം, എല്ലാവരും അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇടണം. ഇപ്പോൾ കാറുകളുടെ ലിസ്റ്റുകൾ വന്നു, മറ്റ് പല സാധനങ്ങളുടെ ലിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇത് കുറയ്ക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ബിസ്ക്കറ്റ് കമ്പനിയുടെ, ഞാൻ അത് വായിച്ചില്ല, ബിസ്ക്കറ്റിൻ്റെ കനം കൂട്ടുക എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ കനം കൂട്ടില്ലെന്ന് മാത്രമല്ല, കാറുകളായാലും ടെലിവിഷനുകളായാലും 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം 1 കോടിയൊക്കെ ഉള്ള സാധനത്തിൻ്റെ ബ്രാൻഡൊന്ന് മാറ്റും. ഫോണിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതിൻ്റെ ഫോണിന് Z എന്നൊരു മോഡലാണെങ്കിൽ Z1 എന്നോ അല്ലെങ്കിൽ വേറൊരു പേര് എഴുതും. ഇത് നേരത്തെ നടന്നിട്ടുള്ളതാണ്. ഇത് വാസ്തവത്തിൽ കോർപ്പറേറ്റുകളെ ഫലത്തിൽ സഹായിക്കാനേ ഈ GSTയുടെ പരിഷ്കാരം ഫലത്തിൽ വരുന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആശങ്ക പറഞ്ഞത്. സാധാരണക്കാർക്ക് ഇത് ഗുണം കിട്ടില്ല. മാർക്കറ്റിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി നോക്കും കമ്പനികൾ. ഇപ്പം നിങ്ങൾക്ക് 2000 രൂപയുടെ സാധനം മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനകത്ത് 100 രൂപ ടാക്സ് കുറഞ്ഞാൽ 1900 ആവും. പക്ഷേ നിങ്ങൾക്ക് 2000 മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ കമ്പനികൾ വേറെ പറഞ്ഞ് പലതരത്തിൽ അത് 2000-ആക്കും. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ടാക്സിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ഞാൻ അവിടെ സംസാരിച്ചതിനകത്തും എഴുതി കൊടുത്തതിനകത്തുണ്ട്. ടാക്സ് എന്ന് പറയുന്നത് വളരെ വലിയ ലക്ഷറി ഐറ്റങ്ങൾക്കും വളരെ വില കൂടിയ ഐറ്റങ്ങൾക്കും ടാക്സ് കൂടുതൽ മേടിക്കുകയും ഏറ്റവും സാധാരണക്കാരൻ്റെ ഐറ്റങ്ങൾക്ക് അവൻ്റെ ഭക്ഷണ സാധനങ്ങൾ, മരുന്ന്, അതുപോലെ ദൈനംദിന സാധനങ്ങൾക്കൊക്കെ ഉള്ളതിന് ടാക്സ് കുറയുകയും വേണം. അതിനു പകരം ഏറ്റവും വലിയ സമ്പന്നനെ ആസ്പിരേഷനാണ് അവർക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞ് ടാക്സ് കുറച്ചതുകൊണ്ട് കാര്യമില്ല, അത് ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായം നമ്മൾ പറഞ്ഞിരുന്നു. എന്തായാലും ഫലത്തിൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ ഇപ്പോൾ തന്നെ അത് വന്നു എന്ന് പറഞ്ഞാൽ ഇത് ആകെ ഈ വലിയ വൻകിട കമ്പനികൾ, കോർപ്പറേറ്റുകൾ 2 ലക്ഷം കോടിയോളം ഇന്ത്യയിലാകെ വരുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൽ കണക്കൊന്നുമില്ല. 2 ലക്ഷം അല്ലെ 1 ലക്ഷം ആട്ടത്. കേരളത്തിന് മാത്രം 10000 കോടി, കേരളത്തിൻ്റെ പാർട്ട് മാത്രം 10000 കോടി, കേരളവും കേന്ദ്രം കൂടി ചേരുമ്പോൾ 20000 കോടി ഒരു വർഷം നഷ്ടം ഉണ്ടാകുന്ന കണക്ക്. ഈ നഷ്ടം ഉണ്ടാകുന്ന തുക അല്ലെങ്കിൽ കുറയുന്ന ടാക്സ് സാധാരണക്കാർക്ക് കിട്ടാതിരുന്നാൽ അത് വൻകിട കമ്പനികളുടെ ലാഭത്തിലേ കൂടുള്ളൂ, ആർക്കും ഗുണം ഉണ്ടാവില്ല. സ്റ്റേറ്റുകൾ പാപ്പരാവുകയും ചെയ്യും. സ്റ്റേറ്റുകൾക്ക് ദിനദിന കാര്യം നടത്താനുള്ള നികുതി വരാതിരിക്കും. സാധാരണക്കാർക്ക് അത് കിട്ടില്ല. പിന്നെ ആരെയാണ് സഹായിക്കുക? വൻകിട കുത്തക കമ്പനികളെ മാത്രമേ സഹായിക്കൂ. അതിന് നിയന്ത്രണം ഉണ്ടാക്കണം കേന്ദ്ര ഗവൺമെൻറ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതല്ല ഈ കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. സാധാരണഗതി ഇതൊക്കെ കോൺഗ്രസ്സുകാർ പറയേണ്ടതാണ്. എന്തായാലും കോൺഗ്രസ് പാർട്ടി എന്താ പറയുന്നത് നോക്കാം. പറഞ്ഞത് പ്രത്യേക ബ്ലോക്കായിരിക്കണം എന്നുള്ള വി.ഡി. സതീശന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇപ്പം രാഹുലിന് സഭയിൽ പ്രത്യേക അല്ല, അത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ വഴി ജനങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്കറിയാം. എന്തായാലും രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പം ജനങ്ങളിതെല്ലാം വളരെ കൃത്യമായി നോക്കുന്നുണ്ട്. അത് വളരെ ഗൗരവത്തോടുകൂടി ആ പാർട്ടിയും അതിനകത്തുള്ളവരെല്ലാം നോക്കണം. ഞങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ കോൺഗ്രസ് പാർട്ടിയുടെ സമീപനമാണ് ജനങ്ങൾ നോക്കുന്നത് ഇത്തരം കാര്യങ്ങൾ. അല്ല, LDFന് അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. കോൺഗ്രസ് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനെ അവിടെ പറഞ്ഞാൽ, കോൺഗ്രസ് പറഞ്ഞാൽ കേൾക്കത്തില്ലെങ്കിൽ അത് പിന്നീട് അവർ പറയട്ടെ. ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. കോൺഗ്രസിൻ്റെ സമീപനം എന്താണെന്ന് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ധാരണയുള്ളവരാണ് ജനങ്ങൾ. കോൺഗ്രസ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത് എന്നുള്ളത് മുൻകാലത്ത് അവർ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്കത് നോക്കാം. ബാക്കി കാര്യം പിന്നല്ലേ. ഇതൊക്കെ ഞാൻ പറഞ്ഞതിനകത്തുനിന്നുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യങ്ങളില്ല.